Hi students, welcome to EduFix Academy online classes. നമ്മൾ എടുക്കാൻ പോണത് MEG 15 Block 1 Unit 2 Class 3 ആണ്. Part 1 Class 3 ആണ് എടുക്കാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കമ്പാരറ്റീവ് ലിറ്ററേച്ചറിന്റെ. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പേര് ദ പ്രാക്ടീസ് ഓഫ് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ യൂണിറ്റ് 2 എന്നുള്ളതാണ് ക്ലാസിന്റെ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ നെയിം തന്നെ. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതേപോലെ എങ്ങനെയാണ് ഓരോ തിയറിസ്റ്റുകൾ കമ്പയർ സ്റ്റഡി അനാലിസിസ് അതൊക്കെ ഒരു ഡിഫറെന്റ് ടെക്സ്റ്റ് വെച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അവിടെ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ തിയറീസ് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ കമ്പാരറ്റീവ് ലിറ്ററേച്ചറിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഡിഫറെന്റ് അല്ലെങ്കിൽ സെയിം ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം പരീക്ഷിക്കാവുന്നത് തന്നെയാണ്. അപ്പൊ എന്തെല്ലാം പോയിന്റ്സ് ആണ് ആ സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത് എന്നൊക്കെ ആ സമയത്ത് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കൂടെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കമ്പാരറ്റീവ് ലിറ്ററേച്ചറിന്റെ ഏരിയാസ് ഹിസ്റ്റോറിക്കൽ ആൻഡ് തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തിയറീസ് പ്രാക്ടീസ് ആക്കുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഇങ്ങനെ കുറെ സെലക്ടഡ് ടെക്സ്റ്റില് ഒരു സെലക്ടഡ് ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, ആ സെലക്ടഡ് ടെക്സ്റ്റില് കുറെ കോൺസെപ്റ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ അതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻസ് നടത്തും. പിന്നെ ആ ലിറ്റററി ടെക്സ്റ്റിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുക. അത് കുറച്ച് എക്സാമ്പിൾസ്, അതായത് കുറച്ച് ലിറ്റററി ടെക്സ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുറച്ചും കൂടെ ഫെമിലിയർ ഉള്ളത് കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് കമ്പാരറ്റീവ് ലിറ്ററേച്ചറിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി എങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സോഫോക്ലിസിന്റെ ഈഡിപ്പസ് ദ കിങ് ആൻഡ് കാളിദാസയുടെ ശാകുന്തള. സോഫോക്ലിസിന്റെ ഈഡിപ്പസ് ദ കിങ്, ഈഡിപ്പസ് റെക്സ് അല്ലെങ്കിൽ ഈഡിപ്പസ് ദ കിങ് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലിറ്റററി വർക്ക് ആണല്ലോ. അതേപോലെ തന്നെയാണ് കാളിദാസന്റെ ശാകുന്തള, അതും കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലിറ്റററി വർക്ക് ആണ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ, ഈ രണ്ട് ലിറ്റററി ടെക്സ്റ്റുകൾ വെച്ചിട്ടാണ് ഇവിടെ കമ്പാരിസൺ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എങ്ങനെയാണ് ഈ ഡിസിപ്ലിനിലെ ഇത്ര ഇൻഫോംഡ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിന്റെ അടുത്ത് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ അവിടെ ഡേവിഡ് ആംബ്രോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക് റൈറ്റർ ഒക്കെയാണ് അദ്ദേഹം. അപ്പൊ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി പ്രാക്ടീഷണറും കൂടിയാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു കമ്പാരറ്റീവ് ലിറ്ററേച്ചറിന്റെ ഈ ഒരു സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഫസ്റ്റ് ഇതിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പാരറ്റിസ്റ്റ് ആണ്. അപ്പോൾ സഫോക്ലിസിന്റെ ഗ്രീക്ക് പ്ലേ ഈഡിപ്പസ് ദി കിങ് അല്ലെങ്കിൽ ഈഡിപ്പസ് റെക്സ്, അതിന് കാളിദാസന്റെ സാൻസ്ക്രിറ്റ് പ്ലേ ആയിട്ടുള്ള ശാകുന്തളത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ എങ്ങനെയാണ് ഒരു ഹൗ ടു റീഡ് വേൾഡ് ലിറ്ററേച്ചർ എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ ബുക്കിൽ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പേരാണ്. അപ്പൊ ഹൗ ടു റീഡ് വേൾഡ് ലിറ്ററേച്ചർ എന്നുള്ള അദ്ദേഹത്തിന്റെ ബുക്കിൽ ഈ രണ്ട് വർക്കുകളെ പറ്റിയിട്ടും പല ലെവലിൽ അദ്ദേഹം കമ്പാരിസൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള തീം ഉണ്ടാവുമല്ലോ, ആ ഒരു ഫണ്ടമെന്റൽ തീം വെച്ചിട്ട്, അതേപോലെ പ്രൊട്ടാഗണിസ്റ്റുകളുടെ ഒരു സിറ്റുവേഷൻ അതിനുള്ള സിമിലാരിറ്റി വെച്ചിട്ട്, ദെൻ ഈഡിപ്പസും ശകുന്തളയും ഒരു ഔട്ട്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു എല്ലാരാലും കൈവെടിയപ്പെട്ടവർ അല്ലെങ്കിൽ അശരണരായിട്ടുള്ള നിൽക്കുന്ന അങ്ങനെ ഒരു പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു അശരണായിട്ട് ആരും സഹായിക്കാനില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമല്ലോ. അപ്പം ഈഡിപ്പസിന്റെ ശകുന്തളയുടെ ആ ഒരു സിറ്റുവേഷൻ, പിന്നെ അതേപോലെ
ഈഡിപ്പസ് ദുഷ്യന്തയും അവരൊരു ഇഗ്നറന്റ് ആക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഈഡിപ്പസ് എന്താ അദ്ദേഹം ഒന്നും മനസ്സിലാവാതെ അറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ദുഷ്യന്തനും അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയായി നിൽക്കുന്നത്. അതേപോലെ അവർ യൂസ് ചെയ്തിട്ടുള്ള ഇമേജറീസ് ഉണ്ടാവല്ലോ, വർക്കുകളിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജറീസിന്റെ പാറ്റേൺ, പിന്നെ അതേപോലെ ക്യാരക്ടറിലും അതേപോലെ പ്ലോട്ട് മേക്കിങ്ങിന്റെ ഒക്കെ ഉള്ള സിമിലാരിറ്റി, ഇതിന്റെയൊക്കെ ബേസിസിലാണ് ഇവിടെ ഡേവിഡ് ഡാംബ്രോഷ് കമ്പാരറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അപ്പോ ഇവിടെ ഈ പ്രൊട്ടഗോണിസ്റ്റിന്റെ ഫോൾ ഉണ്ടല്ലോ, ആ ഫോളിന് റീസൺ ഉണ്ട്. അപ്പൊ ആ റീസൺ ഓഫ് പ്രൊട്ടഗോണിസ്റ്റ് ഫോള് അല്ലെങ്കിൽ അത് അയാളുടെ ആ ക്യാരക്ടറിലുള്ള ഒരു ഫ്ലോ, നമ്മൾ ഹമാഷ്യ എന്നൊക്കെ പറയില്ലേ, അതും ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റലൈസേഷന്റെ ഒക്കെ ബേസിലാണ് ഇവിടെ കമ്പാരിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് വർക്കുകളും ഒരു പോളിതീസ്റ്റിക് സൊസൈറ്റീന്റെ ഒരു അതിന്റെ ഒരു പ്രോഡക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്ട്സ് ആണ്. കാരണം എന്താ വെച്ചാല് ഈ പോളിതീസ്റ്റിക് സൊസൈറ്റി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിക്കൂലേ നമ്മള്. അന്ന് ആ ദൈവങ്ങൾക്ക് ഒരു ഹ്യൂമൻ ലൈഫിൽ ഭയങ്കര ഒരു ആക്റ്റീവ് റോൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ ശാകുന്തളത്തിലാണെങ്കിലും നമ്മുടെ സൊഫോക്കസിന്റെ ഗ്രീക്ക് പ്ലേയിലായാലും ഇതിൽ രണ്ടിലും ഡിവൈൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അല്ലെ. അവർക്കാണെങ്കിൽ ഇവരുടെ ഈ ഹ്യൂമൻ ബീങ്സിന്റെ കൂടെ തന്നെ അവർക്ക് ഒരു റോളും ഈ ഒരു ഇവരുടെ ഹ്യൂമൻ ലൈഫിൽ ഉണ്ട് താനും. അപ്പൊ അങ്ങനത്തെ ഇതിനെയാണ് പോളിതീസ്റ്റിക് സൊസൈറ്റീന്റെ അങ്ങനെ ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ രണ്ട് വർക്കുകളും. അപ്പൊ അതിന്റെ സിമിലാരിറ്റി ആണ് ഇപ്പൊ അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫസിസ് ഓൺ ഫെയ്റ്റ് ഓവർ ഇൻഡിവിജ്വൽ എബിലിറ്റി. അതായത് ഒരു ഇൻഡിവിജ്വൽ എബിലിറ്റിനേക്കാൾ കൂടുതൽ അതില് ഫെയ്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. രണ്ടിനും അങ്ങനെ തന്നെയാണ്, ഫെയ്റ്റിനാണ് അവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ പിന്നെ നമുക്കറിയാം ഈ ഗ്രീക്ക് പ്ലേസ് അധികം ഒരു ട്രാജിക് മോഡാണ് വരുന്നത് അല്ലെ. ആൻഡ് ഇന്ത്യൻ പ്ലേസ് എപ്പോഴും ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടാണ് പൊതുവെ അങ്ങനെ ഒരു ഇതാണ് പറയുന്നത്, പൊതുവെ കാണപ്പെടുന്നത്. പക്ഷെ എന്നാലും ശകുന്തളയുടെ സഫറിങ്സ് ഉണ്ടല്ലോ, അവരുടെ ഹസ്ബൻഡ്, ഇത് ഒരു ട്രാജിക് മോഡാണ് പറയുകയാണെങ്കിലും ഇതിൽ ഫുൾ നമുക്കറിയാം ഇന്ത്യൻ പ്ലേ ഹാപ്പി എൻഡിങ് ആണെങ്കിലും അതിൽ ഒരുപാട് സഫറിങ്സ് ഉണ്ട്. ഈ ശകുന്തളയുടെ സഫറിങ്സ്, അതായത് അവരുടെ ഹസ്ബൻഡ് അവരെ മറക്കും. അവർ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനെ തെരഞ്ഞു വരുമ്പോ ഹസ്ബൻഡ് അവരെ മറന്നു പോണ ഒരു ദുർവാസാവ് മഹർഷിയുടെ ഒരു കേഴ്സിൽ അവർ ഹസ്ബൻഡിനെ മറന്നു പോവുകയാണ്, അവരുടെ ഹസ്ബൻഡ് അവരെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശകുന്തളയുടെ ഹസ്ബൻഡ് ദുഷ്യന്തൻ ശകുന്തളേനെ മറന്നു പോവുകയാണ്. ആ സമയത്ത് ശകുന്തളയുടെ സഫറിങ്സ് ഉണ്ടല്ലോ, അതൊന്നും ഒട്ടും കുറവല്ല. ഇതിലുള്ള ഈ ഇവരുടെ ട്രാജിക് ആയിട്ടുള്ള ഡ്രാമ വർക്ക് ആണെങ്കിലും അവരുടെ സഫറിങ്സും ഈ സഫറിങ്സും ഒട്ടും കുറവല്ല. ഒരു ഹാപ്പി എൻഡിങ് ആണെങ്കിലും സഫറിങ്സിന് ഒട്ടും കുറവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഒരു കമ്പാരിസൺ എന്നുള്ള നിലയ്ക്ക് ഗ്രീക്ക് ഡ്രമാറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, മാജിക്കൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സ്കിൽഫുള്ളി അത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു റെക്കഗ്നിഷൻ റിവേഴ്സലൊക്കെ ഉണ്ടല്ലോ, അതാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. റെക്കഗ്നിഷൻ റിവേഴ്സൽ എന്നൊക്കെ പറഞ്ഞാല് അന്ന് നമ്മള് ഈ പോയറ്റിക്സ് ഒക്കെ പഠിച്ച സമയത്ത് അരിസ്റ്റോട്ടലിന്റെ അതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാ നമ്മള് അനഗ്നോസിസും പെരിപേഷ്യ അതൊക്കെ ഉണ്ടല്ലോ. അതായത് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലൈസ് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും കാര്യം അറിയുക അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുക, അതിനെയാണ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മളുടെ ഒരു ഇത് സ്മൂത്ത് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, അവിടെ നിന്ന് ഒരു ടേണിംഗ് പോയിന്റ് വരില്ലേ ആ ഒരു ലിറ്റററി വർക്കിൽ, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുമില്ലേ, അല്ലെങ്കിൽ നടന്നത് ഇപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു ഗുഡ് ഒരു ബാഡിലേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ റിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഡ്രമാറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ ഭയങ്കര സ്കിൽഫുള്ളി ഇതിൽ രണ്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അരിസ്റ്റോട്ടലിന്റെ പോളിറ്റിക്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിമിലാരിറ്റീസും ഇതിലുണ്ട്. ഓക്കെ, ഒരുപാട് സിമിലാരിറ്റീസും ഇതിലുണ്ട്. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവിടെ ഈഡിപ്പസിന്റെ
ഈഡിപ്പസ് അയാൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് റിയലൈസേഷൻ അദ്ദേഹത്തിന് വരുന്നുണ്ട്. അയാളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളുടെയൊക്കെ അയാളുടെ അമ്മേനെയാണ് അദ്ദേഹം മാരേജ് ചെയ്തിട്ടുള്ള, അച്ഛനെയാണ് കൊന്നത്, അങ്ങനെ ഒരുപാട് റിയലൈസേഷൻസ് വരുന്നുണ്ട്. അതേപോലെ ദുഷ്യന്തൻ ഫിഷർമാൻ ഉള്ള ഒരാള്, ഒരു ഫിഷർമാൻ അയാൾക്ക് ഒരു റിങ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെ. ആ സമയത്താണ് അയാൾ ഈ ഒരു ട്രൂത്ത് റിയലൈസ് ചെയ്യുക, ശകുന്തള അദ്ദേഹത്തിന്റെ വൈഫാണ് എന്നുള്ള കാര്യം. അതുവരെ അദ്ദേഹം മറന്നിട്ടുണ്ടായിരുന്നു, ആ കാര്യം അറിയണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു റിയലൈസേഷൻ, അതൊക്കെ ഇവിടെയാണ് റിയലൈസേഷൻ, കാര്യങ്ങൾ റെക്കഗ്നിഷനും അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഡാംറോഷ്, സൊഫോക്കിൾസിനെയും കാളിദാസന്റെയും ഭയങ്കര ഒരു വേരിയേഷൻസ്, രണ്ടാളുടെ ഇതിലും ഒരു വേരിയേഷൻസ് ഡാംറോഷ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എസ്പെഷ്യലി അവരുടെ ക്യാരക്ടർ, പ്ലോട്ട്, അതേപോലെ ആക്ഷൻ, ഈ കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെ വർക്കിൽ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഈ വെസ്റ്റേൺ ഡ്രാമയെ സംബന്ധിച്ച് ഈ ഈ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ, ക്യാരക്ടർ, പ്ലോട്ട്, ആക്ഷൻ, ഇത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ത്യൻ പ്ലേസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരതിന് ഈ മൂന്ന് കാര്യങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നില്ല കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഈ ഒരു സഫോ സഫോക്കളുടെ വർക്കുകളിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾക്കും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാളിദാസന്റെ വർക്കുകളിൽ അത്ര ഇത് കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോ അതില് കാളിദാസന്റെ ഇതിൽ ഓഫ് സ്റ്റേജ് ആയിട്ട് ഒരുപാട് ഇമ്പോർട്ടന്റ് ഈവെന്റ്സ് നടക്കുന്നുണ്ട്. അതായത് ഡ്രമാറ്റിക്കിനേക്കാൾ അവരെന്തിനറിയോ സൈക്കോളജിക്കൽ, ലിറിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് കുറെ ഡ്രമാറ്റിക് പ്രസന്റേഷനിൽ, ആ അവതരണത്തിൽ കൂടിയാണ് കാര്യങ്ങൾ മറ്റുള്ളവരിലെ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു വെസ്റ്റേൺ ഡ്രാമാസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മറ്റേ നമ്മുടെ ഇന്ത്യൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറിക്സും അതിന്റെ സൈക്കോളജിക്കൽ കാര്യങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഓഫ് സ്റ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലും അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ഈവന്റുകൾ അതിലും നടന്നിട്ടുണ്ടായിരുന്നു, അതിൽ കൂടെ ആയിരുന്നു ഓഡിയൻസിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അരിസ്റ്റോട്ടലിന്റെ 3 യൂണിറ്റീസ് അറിയാലോ, ആക്ഷൻ, ടൈം, പ്ലേസ് അല്ലെ. ആ 3 യൂണിറ്റീസ് സൊഫോക്കിൾസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ പറയുന്നത് നമ്മുടെ കാളിദാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര, അതിന്റെ റൂൾസ് ഒന്നും അത്ര കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ ടൈമിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് വർഷം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിന്റെ റൂൾസ് ഒന്നും കറക്റ്റ് ആയിട്ട് കാളിദാസന്റെ വർക്കുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ആക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ വയലന്റ് ആക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശാകുന്തളം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വയലന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇഡിപ്പസ്, അദ്ദേഹത്തിന്റെ ഒരു സെൽഫ് ബ്ലൈൻഡിങ് സീൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൊറിബിൾ ആയിട്ടാണ് അതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതായത് അദ്ദേഹം ആ റിയലൈസേഷൻ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വയം പണിഷ് ചെയ്യുന്നതാണ് അല്ലെ, സെൽഫ് ബ്ലൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ളതാണ്. അത്രയും വയലന്റ് ആക്ഷൻസ് ആണ് ഇതിൽ കാണുന്നത്, ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മളുടെ ഗ്രീക്ക് പ്ലേസിലൊക്കെ കാണാൻ കഴിയുക എന്നാണ് പറയുന്നത്. ദെൻ ഡാംബ്രോഷ് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കാളിദാസന്റെ ഒരു ലിറ്റററി സ്പേസ് ഡ്രമാറ്റിക് ആക്ഷൻസിനേക്കാൾ ഒരുപാട് സജസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. അതായത് അദ്ദേഹത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ ഒരു ലിറിക്കൽ, സൈക്കോളജിക്കൽ, ഓഫ് സ്റ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇതായിരുന്നു നമ്മുടെ കാളിദാസന്റെ പ്ലേസ്. അതായത് ലിറ്റററി സ്പേസിൽ അദ്ദേഹം ഡ്രമാറ്റിക് ആക്ഷൻസിനേക്കാൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ കൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ ഓഡിയൻസിലേക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഒരു സോഷ്യോളജിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ ഡാംബ്രോഷ് നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്ലേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് പ്ലേനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്രൗഡഡ് ആയിരുന്നു. അതായത് ഇപ്പൊ നമ്മള് ഈഡിപ്പസിലൊക്കെ 8 സ്പീക്കേഴ്സ് ആയിരുന്നു അതിന്റെ പ്ലേ പെർഫോമൻസിൽ, 8 സ്പീക്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ശാകുന്തളയില് 44 സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇത് ഇപ്പൊ നമ്മള് ഈ ഓഫ് സ്റ്റേജ് വോയിസ് ഉണ്ടാവുമല്ലോ, ഈ സ്പിരിറ്റ്സിന്റെ അങ്ങനെയൊക്കെയുള്ള അവരുടെ വോയിസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ വോയിസ് അത് കൂടാതെ ഇങ്ങനെ ഇതില്
ഇതായിട്ടുള്ള ആൾക്കാർ അല്ലാതെ ഇങ്ങനെ ഓഫ് സ്റ്റേജ് വോയിസ് അല്ലാതെ മെയിൻ ആയിട്ട് 44 സ്പീക്കേഴ്സ് ശാകുന്തളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇന്ത്യന്റെ ഒരു ആ ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയ സോഷ്യൽ വേൾഡിനൊക്കെ ആയിരിക്കും അത് കാണിക്കുന്നുണ്ടാവുക. അപ്പൊ കാണിക്കുന്നതായിരിക്കും. അപ്പൊ അത്രയും ക്രൗഡഡ് ആയിരുന്നു ഇന്ത്യൻ പ്ലേസ് എന്നാണ് ഡാംബ്രോഷ് കണ്ടെത്തിയ വേറെ അദ്ദേഹത്തിന്റെ ഒരു ഫൈൻഡിങ്സ്. പിന്നെ ഈ ഒരു എക്സാമ്പിൾസ് കമ്പാരിസൺ, ഇൻഫ്ലുവൻസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ബേസിലായിരുന്നില്ല. അതായത് ഈ ഒരു രണ്ട് പ്ലേസ് നമുക്കറിയാം. ഒന്ന് ശാകുന്തളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ലിറ്റററി ഫീൽഡിലെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇപ്പൊ ഈഡിപ്പസ് റെക്സ് ആണെങ്കിലും, അതായത് ഈഡിപ്പസ് ദ കിങ് ആണെങ്കിലും ഗ്രീക്ക് ഇതിൽ പെട്ടിട്ടുള്ള നല്ലൊരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ ഈ രണ്ട് വർക്കുകൾ ഉണ്ടാക്കിയുള്ള ഇൻഫ്ലുവൻസ്, അതേപോലെ അതിന്റെ ഒരു ആക്സെപ്റ്റൻസ്, ആളുകളുടെ ഇടയിലുള്ള അതിന്റെ ആക്സെപ്റ്റൻസ്, അതിന്റെ ബേസിലല്ല ഇവിടെ കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്. മറിച്ചെന്താ അതിലുള്ള പാരലലിസം, അതായത് കുറെ സാമ്യം, സിമിലാരിറ്റീസ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സിമിലർ തീംസും പാരലൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് സിമിലർ തീമൊക്കെ വ്യത്യസ്ത രീതിയിൽ യൂസ് ചെയ്യുക, അത് രണ്ട് ഡിഫറെന്റ് കൺട്രീസിലുള്ള ക്ലാസിക്സ് അതിന്റെ ബേസിലാണ് ഇവിടെ ഈ കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഇൻഫ്ലുവൻസ്, ആക്സെപ്റ്റൻസ് അതിന്റെ ബേസിലല്ല. രണ്ട് ഡിഫറെന്റ് കൺട്രീസിലുള്ള രണ്ട് ക്ലാസിക്സ് വെച്ചിട്ടാണ് ഇതിന്റെ കമ്പാരിസൺ, അതിന്റെ ബേസിലാണ് ഇവിടെ കമ്പാരിസൺ നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അഡിസൺ, സ്റ്റീൽ, ദ സ്പെക്ടേറ്റർ ആൻഡ് പനുഗന്ധി, സാക്ഷി, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അഡിസൺ, സ്റ്റീൽ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ബ്രിട്ടൻ ആയിട്ടുള്ള കൊളോണിയൽ എൻകൗണ്ടറിലാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറീസും നോവൽ, ഫിക്ഷണൽ ആ ഫോംസ് ഒക്കെ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൂടെയൊക്കെയാണ് ഇത് ഭയങ്കര എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ലിറ്റററി ഫോംസ് ഒക്കെ, ഈ പറഞ്ഞ നോവൽ, ഷോർട്ട് സ്റ്റോറി ഒക്കെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൂടെയൊക്കെയാണ്. അപ്പോ എസ്സേ എന്നുള്ള ഒരു ജാൺ അല്ലെങ്കിൽ ജെൻറെ, അത് പ്രത്യേകിച്ച് പീരിയോഡിക്കൽ എസ്സേസ്, ഓക്കെ, അത് 19th സെഞ്ചുറിയിൽ നമ്മളുടെ ഒരു ലിറ്റററി കൾച്ചറിലേക്ക് എമേർജ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പീരിയോഡിക്കൽ എസ്സേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി. അതായത് ഈ പീരിയോഡിക്കൽ എസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാഗസിൻസ്, ഈ ജേർണല് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ വരുന്ന എസ്സേസ് ആണ്, സീരീസ് ആയിട്ട് വരുന്ന എസ്സേസിനെയാണ് പീരിയോഡിക്കൽ എസ്സേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡിസണും സ്റ്റീലൊക്കെ പീരിയോഡിക്കൽ എസ്സേ കൊണ്ടുവന്ന റൈറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അഡിസണും സ്റ്റീലും ഒക്കെ ആയിരുന്നു ഇവര് ഈ ഒരു ഇംഗ്ലീഷ് പീരിയോഡിക്കൽ എസ്സേസിന്റെ ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ 19th സെഞ്ചുറിയിലാണ് ഇംഗ്ലീഷ് പീരിയോഡിക്കൽ എസ്സേസിന്റെ ഒരു റൈസിങ് അല്ലെങ്കിൽ എമർജൻസ് എന്നുള്ളത്. പക്ഷെ 20th സെഞ്ചുറിയിലാണ് തെലുങ്കു ലാംഗ്വേജിൽ പീരിയോഡിക്കൽ എസ്സേസിന്റെ റൈസ് ഉണ്ടാവാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോ പനുഗന്ധി ലക്ഷ്മി നരസിംഹറാവു, അദ്ദേഹമാണ് ഈ പീരിയോഡിക്കൽ എസ്സേസിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ഒതന്റിക് ആയിട്ടുള്ള കൾച്ചറൽ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ അഡിസണും സ്റ്റീലും ആണ് പീരിയോഡിക്കൽ എസ്സേസ് ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ. അവര് ഇത് ഇംഗ്ലീഷിൽ കൂടെ സ്പെക്ടേറ്റർ എന്നുള്ള ഇതിലാണ് അവരത് ആളുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് ദ ചാൻസലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റീല് തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് മാഗസിൻ, അതിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ എസ്സേസ്. പക്ഷെ ഇവര് കൂടുതൽ ഇതായിട്ട് വന്ന ഒരു പീരിയോഡിക്കൽ എസ്സേ എന്നുള്ളതിൽ വന്നത് സ്പെക്ടേറ്റർ എന്നുള്ളതിലാണ്. ഓക്കെ, പിന്നെ പറയണ പനുഗന്ധി. പനുഗന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആന്ധ്രയിലെ കോസ്റ്റൽ റീജിയനിൽ വന്ന ഒരു ഇംഗ്ലീഷ് അങ്ങനെ ഒരു കോസ്റ്റൽ റീജിയനിൽ ഉയർന്നു വന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എത്തിപ്പെട്ട് അതുപോലെ ഒരു തെലുങ്കു ലാംഗ്വേജിൽ ഒരു ലീഡിങ് എസ്സേയിസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പനുഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൈറ്റർ. അപ്പൊ അദ്ദേഹം കണ്ടുകുറി വീരേശലിംഗം എന്ന് പറഞ്ഞ റിഫോമർ ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പിന്നെ കെ ശ്രീലത വേണുഗോപാൽ ഉണ്ട്, അവരുടെ ബുക്ക് ഉണ്ട് കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ദ സ്പെക്ടേറ്റർ ആൻഡ് സാക്ഷി. ആ രണ്ട് വർക്കുകളും കൂടെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണത്. അപ്പൊ ഈ ശ്രീലത വേണുഗോപാൽ അവരുടെ ആ വർക്കിൽ പറയണത് ഈ ഒരു
ഈ പനുഗന്ധിന്റെ ഈ മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ മാസ്റ്റർ പീസസ് ഉണ്ടാവുമല്ലോ. അത് ഈ മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിന്റെ കുറെ മാസ്റ്റർ പീസസ് ഉണ്ട്. അതിന്റെ അറൈവലിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ദെൻ പിന്നെ പറയണത് അത് എന്തിന്റെ ബേസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോഡിയോ ഗില്ലൻ, ഉൾറിഷ് വെസ്റ്റേസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്പാനിഷ് റൈറ്ററാണ് ഈ ക്ലോഡിയോ ഗില്ലൻ ഒക്കെ. ഉൾറിഷ് വെസ്റ്റേസിയനും ഒരു റൈറ്ററാണ്. അപ്പൊ ഇവർ രണ്ടുപേരും നിർദ്ദേശിച്ച ഇൻഫ്ലുവൻസ് ആൻഡ് റിസപ്ഷൻ എന്നുള്ളതോ ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങളുടെയും കമ്പാരറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കാളിദാസന്റെയും ഇതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് റിസപ്ഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് അതിന്റെ ബേസിലല്ല ഈ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഈ രണ്ട് സംഭവങ്ങളും കമ്പാരറ്റീവ് സ്റ്റഡി നടത്തിയ സാക്ഷി സ്പെക്ടേറ്ററിന്റെയും കമ്പാരറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് എന്താ പറയാ ഇൻഫ്ലുവൻസിന്റെ റിസപ്ഷന്റെയും ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ദെൻ പനുഗന്ധിന്റെ നെയിം, അദ്ദേഹത്തിന്റെ ആ ഒരു പനുഗന്ധി അദ്ദേഹത്തിന്റെ നെയിം, ആ ഒരു സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതി, മോഡൽ എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ രൂപം എന്നൊക്കെ പറയില്ലേ, ഏകദേശം ഒരു രൂപം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മോഡൽ, അതേപോലെ ഒരു ക്രിട്ടിക്കൽ ടെമ്പറാമെന്റ്, നമ്മള് അതൊരു സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇഡിയം, പിന്നെ ജനറിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അഡിസെന്റിവ് സ്റ്റീലിന്റെ ഒക്കെ ജനറിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതൊക്കെയാണ് കമ്പാരിസണിൽ ഇവര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ തെലുങ്കു എസ്സേസിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും കോപ്പിയിങ് അല്ല അവിടെ നമ്മൾ കാണുന്നത്. അതായത് ഒന്നിന്റെ ഒരു കോപ്പിയിങ് മാത്രമായിട്ടല്ല നമ്മൾ തെലുങ്കു എസ്സേസ് കാണുന്നത്. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് റിഫ്ലക്റ്റീവ് എസ്സേസ് എന്ന് പറയും. ഈ റിഫ്ലക്റ്റീവ് എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഈ റൈറ്റേഴ്സിന്റെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എഴുതുമല്ലോ. അയാളുടെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് എസ്സേസ് എഴുതും. അതായത് അവരുടെ ഗ്രോത്ത്, അവരിൽ വന്ന ചേഞ്ചസ്, ഡെവലപ്മെന്റ്സ്, അതിനൊക്കെ ബേസ് ചെയ്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുന്നതിനാണ് ഇംഗ്ലീഷ് റിഫ്ലക്റ്റീവ് എസ്സേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് റിഫ്ലക്റ്റീവ് എസ്സേസിന്റെയും ഇന്ത്യൻ കഥ കലാക്ഷേപ ട്രഡീഷന്റെയും ഒരു ഒരു മിക്സ് ഹൈബ്രിഡൈസേഷൻ, അതൊരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു പുരാണപരമായിട്ടുള്ള രീതിയിൽ കോമണേഴ്സിന് കൺവേ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അതിന്റെ രണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മിക്സ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ഒരു കൂട്ടി യോജിപ്പിച്ച് എന്നൊക്കെ പറയില്ലോ. അപ്പം എന്താ കഥകലാക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, ഈ ആൻഷ്യന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ്, അതിന്റെ സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, അത് കോമണേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ കൺവേ ചെയ്യുന്നതിനെയാണ്, നറേറ്റ് ചെയ്യുന്നതിനെയാണ് കഥകലാക്ഷേപം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ പറഞ്ഞ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തെലുങ്കു എസ്സേസ് എപ്പോഴും ഇംഗ്ലീഷ് റിഫ്ലക്റ്റീവ് എസ്സേസിന്റെയും ഈ ഇന്ത്യൻ കഥകലാക്ഷേപ ട്രഡീഷന്റെയും ഒരു റിലീജിയസ്, ഒരു പുരാണപരമായിട്ടുള്ള രീതിയിൽ അതിന്റെ രണ്ടിന്റെ ഒരു ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എന്നിട്ട് അത് കോമണേഴ്സിന് കൺവേ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഇംഗ്ലീഷ് എസ്സേസ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18th സെഞ്ചുറിയിൽ ഓഗസ്റ്റൻ ഏജിൽ എന്താ എൻലൈറ്റ്മെന്റ് സ്പിരിറ്റിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഓഗസ്റ്റൻ ഏജ് എന്നൊക്കെ പറയുമ്പോൾ 18th സെഞ്ചുറിയിൽ ഓഗസ്റ്റൻ ഏജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു ഏജ് ഓഫ് റീസൺ എന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കാലഘട്ടങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയുന്ന കാര്യമാണത്. എൻലൈറ്റ്മെന്റ് ഏജ് അതല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് റീസൺ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എൻലൈറ്റ്മെന്റ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ ഒരു ജ്ഞാനോദയം എന്നൊക്കെ പറയില്ലേ, ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടായ ആ ഒരു സ്റ്റേജ് ആണ് 18th സെഞ്ചുറിയിലെ ഓഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. അതായത് ആളുകൾക്ക് ട്രഡീഷനേക്കാൾ വലുതായിട്ട് ക്ലിയർ ആയിട്ടുള്ള റാഷണൽ മെത്തേഡ്സ്, അതായത് എന്താ വ്യക്തവും യുക്തിയുള്ള കാര്യങ്ങൾക്കാണ് അതിലാണ് കൂടുതൽ ആൾക്കാർ ട്രഡീഷനേക്കാളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ എന്താ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇംഗ്ലീഷ് എസ്സേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റൻ ഏജിന്റെ ആ ഒരു എൻലൈറ്റ്മെന്റ് സ്പിരിറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു റിസൾട്ട് ആണെന്നാണ് പറയുന്നത്. ദെൻ പൊളിറ്റിക്സ്, റിലീജിയൻ, അതേപോലെ ജെൻഡർ, ദെൻ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി, ഓക്കെ, ദെൻ ലിറ്ററേച്ചർ, മാനേഴ്സ്,
ഇങ്ങനെയുള്ള കുറേ സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, ഇത്തരത്തിലുള്ള ഇതിനെ കുറിച്ചുള്ളൊക്കെ, ഈ സബ്ജക്ട്സിനൊക്കെ കുറിച്ച് ആം, ഭയങ്കര അതിനൊക്കെ പറ്റി ബേസ് ചെയ്തിട്ടുള്ള എസ്സേസ്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട്സ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഇവരുടെ ഒരു ഇത് എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വരാനിരിക്കുന്ന മിഡിൽ ക്ലാസ് ഉണ്ടാവുമല്ലോ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല്, ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വരുന്ന ഈ മിഡിൽ ക്ലാസ്സുകൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അത്രയും ഒരു ഒരു അത്ര പരിഷ്കരണം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാര്. ഓക്കെ. അപ്പൊ അവരെ ഇതാക്കി എടുക്കുക, റിഫൈൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നന്നാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു എയിം ആയിട്ട്, ഇംഗ്ലീഷ് എസ്സേസിന്റെ ഒക്കെ ഒരു ലക്ഷ്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അങ്ങനെയാണ് നമ്മൾ ഈ അഡിസണും സ്റ്റീലിനും ഒക്കെ ഈ ഒരു ജാണില്, നമ്മുടെ ഈ ഒരു ജനറേ പറയില്ലേ, ഇതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരണം എന്നുള്ളൊരു ലക്ഷ്യം വന്നത്. അതായത് ഈ എസ് എ അല്ലെങ്കിൽ പീരിയോഡിക്കൽ എസ് എ, അതിന്റെ ഒരു കാറ്റഗറിക്ക് അല്ലെങ്കിൽ ആ ഒരു ജാണിന് ഒരു പെർഫെക്ഷൻ കൊണ്ടുവരണം എന്ന് ഇവർ രണ്ടാളും ഭയങ്കരമായിട്ട് അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താക്കി, ഇമ്പീരിയൽ റൂൾ ഉണ്ടാവുമല്ലോ, ഇമ്പീരിയൽ റൂള്, അത് അതേപോലെ ജമീന്ദാർസ്, അപ്പർ ക്ലാസിന്റെ ഒക്കെ അവര് ഈ ജമീന്ദാർസും അപ്പർ ക്ലാസ് ഒക്കെ ഇംഗ്ലീഷ് ഡൊമിനേഷന് മുൻപിൽ ഭയങ്കര അവരതിന്റെ കീഴടങ്ങപ്പെട്ട ആൾക്കാരായിരുന്നു അല്ലെ. ഈ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരായാലും ജമീന്ദാർസ് ആയാലും ഈ നമ്മുടെ റൂളേഴ്സ്, ബ്രിട്ടീഷ് റൂളേഴ്സിന്റെ ഇതിനനുസരിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജമീന്ദാർസ് അപ്പർ ക്ലാസിന്റെ ആ ഒരു ഇംഗ്ലീഷ് ഡൊമിനേഷൻ മുൻപുള്ള കീഴടങ്ങല്, ഇമ്പീരിയൽ റൂള്, അതേപോലെ റിലീജിയസ് ആയിട്ടുള്ള ഇൻടോളറൻസ് ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയുള്ള അതിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള വശങ്ങള്, ദെൻ സ്ത്രീകളെ അടുത്തുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, then അവരുടെ ഫാഷനോടുള്ള താല്പര്യം, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതേപോലെ സോഷ്യൽ റിഫോംസിന്റെ ഒക്കെ ഒരു നെസസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു ഈ തെലുങ്കു റൈറ്റേഴ്സ് ഭയങ്കര ഇൻഡിപെൻഡൻസ് എന്നുള്ള സംഭവം മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഈ പറഞ്ഞ സബ്ജക്ട്സിനൊക്കെ ഭയങ്കര ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു ഇത് അവരുടെ മുന്നിലുണ്ട്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരെന്താക്കി, ഈ പറഞ്ഞ സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര ശ്രദ്ധയോടെ അവരത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെക്ടേറ്റർ ആൻഡ് തെലുങ്കുല് സാക്ഷി എന്ന് പറയുമല്ലോ, ആ ഒരു സാൻസ്ക്രിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള എല്ലാ ഇന്ത്യൻ ലാംഗ്വേജിലും ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ്, സാക്ഷി എന്നുള്ള വേർഡിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ആ സാക്ഷി എന്നുള്ള വേർഡിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേൾഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിട്ടിക്കലി ഒബ്സർവ് ചെയ്യുക, അത് കമന്റ് ചെയ്യുക അല്ലെ. അതാണ് ഈ ഒരു വേർഡിന്റെ തന്നെ മീനിങ് ആയിട്ട് വരുന്നത്. ദെൻ പനൂഗന്ധിന്റെ റൈറ്റിങ്ങില് സാക്ഷി എന്നുള്ളത് ഒരു സോഷ്യൽ ലെവലിലല്ല, അങ്ങനെയാണ് അവസാനിക്കണില്ല എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം ഈ ട്രഡീഷണലി കിട്ടിയ ഇന്ത്യൻ, എസ്പെഷ്യലി ഹിന്ദു ഫിലോസോഫിക്കൽ ട്രഡീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വലിയൊരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൾച്ചറൽ മെറ്റാഫിസിക്കൽ ഡെപ്ത് ഒക്കെ പനൂഗന്ധിന്റെ പ്ലേസിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഹിന്ദു ഫിലോസോഫിക്കൽ ട്രഡീഷനിലൊക്കെ അത്രയും വലിയ താല്പര്യം കാണിച്ചിരുന്നു. അപ്പൊ ഒരു സോഷ്യൽ ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല പനൂഗന്ധിന്റെ റൈറ്റിങ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങള്, റിലീജിയസ് ആയിട്ട് കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ പനൂഗന്ധി സാക്ഷി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തു. അതായത് ഇപ്പൊ അഡിസണും സ്റ്റീലും എന്താക്കി, സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പനൂഗന്ധി സാക്ഷി ക്ലബ്ബ് ഉണ്ടാക്കി. അപ്പൊ ഒരു ഡിഫറെന്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇന്ത്യൻ ക്യാരക്ടേഴ്സിനൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതില്. ഓക്കെ. അതായത് ഡിഫറെന്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള പല ആളുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അദ്ദേഹം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് വോയിസ് കൊടുത്തു. അതേപോലെ
ഒരു പോളിഫോണിക് അറ്റ്മോസ്ഫിയർ ആണ് അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നാ പറഞ്ഞു. പോളിഫോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം സൗണ്ട്സ് ഉണ്ടാക്കുന്ന പ്രതിനിധീകരിക്കുന്ന അങ്ങനെയൊക്കെ ഒരു ബഹുസ്വര എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഇത്. അപ്പോ ഒരുപാട് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന ആളുകൾക്ക് ഇന്ത്യൻ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം ഈ ഒരു ക്ലബ്ബ് സാക്ഷി ക്ലബ്ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് എസ്സേസ്റ്റ് അല്ലെങ്കിൽ തെലുങ്ക് എസ്സേസ്റ്റ് തമ്മിലുള്ള അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിന്റെ ഒരു സാമീപ്യം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആ ഒരു അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരറ്റീവ് ലിറ്ററേച്ചറിന്റെ എല്ലാ ഏരിയയിലും നമുക്ക് കാണാൻ കഴിയുന്ന പറയുന്നത്. ഓക്കെ, രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ആ ഒരു അപ്രോച്ച് അവരുടെ ഇത് നമുക്ക് എല്ലാത്തിലും കാണാൻ സാധിക്കുന്ന പറയുന്നത്. അപ്പൊ അത് ജാണ് അല്ലെങ്കിൽ അവരുടെ ലിറ്റററി ഹിസ്റ്ററി, ദെൻ ജനറ്റിക്കൽ ലിങ്ക്, ഇൻഫ്ലുവൻസ്, സ്റ്റഡി, റിസപ്ഷൻ, ഇമ്പാക്ട്, ഈ മേഖലയിലൊക്കെ അവരുടെ ഈ രണ്ട് കാറ്റഗറി ഓഫ് എസ്സേസ്, ഇംഗ്ലീഷ് എസ്സേസും തെലുങ്ക് എസ്സേസും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് അവരുടെ ഏരിയാസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മേഖലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത്രത്തോളം അദ്ദേഹം അഡിസനോട് ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിനോട് ഇൻസ്പയർഡ് ആയിട്ട് നിന്ന ഒരു പേഴ്സൺ. അതേപോലെ തന്നെ അഡിസൺ ഒരുപാട് പനുഗന്ധിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ആന്ധ്ര അഡിസൺ എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് പനുഗന്ധിനും സ്പെക്ടേറ്റർ സാക്ഷി, പനുഗന്ധിന്റെ സാക്ഷിനെയും പറ്റി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർലിറ്ററൽനെസ്, ദ സ്റ്റോറി ഓഫ് അഹല്യ. ഇന്റർലിറ്ററൽനെസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ആ ഒരു കോൺസെപ്റ്റിനെ ഇതാക്കുന്നത്. സ്റ്റോറി ഓഫ് അഹല്യ, അത് നമ്മളറിയാം. അഹല്യന്റെ സ്റ്റോറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു നമ്മളുടെ ഒരു റിലീജിയസ് ടെക്സ്റ്റിൽ വരുന്ന ഒരു ക്യാരക്ടർ, രാമായണയിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് അഹല്യ. ഓക്കെ, അപ്പോ ഇന്ത്യൻ വെസ്റ്റേൺ കമ്പാരിറ്റീവ്സുകൾ ഈ ഇന്റർലിറ്ററൽസിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ റൈറ്റിംഗിലായാലും അവർ ആ ഇന്റർലിറ്ററൽസ് എന്നുള്ള ഒരു സംഭവത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പാരിറ്റീവ്സുകളെ സംബന്ധിച്ച് ഇത് സെയിം പ്ലെയിനില് ചെറിയ വേരിയേഷൻ, അതിന്റെ തീമാറ്റിക് ഫീച്ചേഴ്സിലോ അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ടെക്സ്റ്റുകളെ അങ്ങനെ ചെറിയ തീമാറ്റിക് ഫീച്ചേഴ്സിലൊക്കെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ അവരെ എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് മനസ്സിലായോ? അതായത് സെയിം പ്ലെയിനിൽ ചെറിയ വേരിയേഷൻസ്, അതിന്റെ തീമിന്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ, ഒരു സെയിം വർക്കിൽ തന്നെ ചെറിയ തീമിന്റെ കാര്യത്തിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരിക. അങ്ങനത്തെ ഒരുപാട് ഡിഫറെന്റ് ടെക്സ്റ്റുകൾ ഇവര് എക്സാമിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതില് പറയുന്നത് രാമായണന്റെ ഫസ്റ്റ് എന്നല്ല നമ്മൾ പറയുന്നത് രാമായണയിലെ അഹല്യന്റെ സ്റ്റോറിനെയാണ്. അതായത് എല്ലാ ബേസിക് സ്റ്റോറിയും സെയിം ആണ്. അതായത് നോർത്തിലെ വാൽമീകിന്റെ രാമായണയില്, സൗത്തില് കമ്പന്റെ രാമായണയില്, അതേപോലെ മലയാളം രാമായണയിലൊക്കെ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അപ്പോ അഹല്യ ഒരു ഗൗതമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഋഷീന്റെ ഒരു വൈഫാണ്. അപ്പൊ ഈ ഗൗതമന്റെ വേഷം കെട്ടിയിട്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ദേവൻ അവരുടെ ഹസ്ബൻഡിന്റെ വേഷത്തിൽ വരികയും ഈ അഹല്യനെ സെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഋഷി ഇവരുടെ അഫയർ അറിയുമ്പോ അയാള് വൈഫിനെ കേഴ്സ് ചെയ്യാണ്. പിന്നെ അവരുടെ ഒരു ശാപമോക്ഷം എങ്ങനെയാന്ന് വെച്ചാല് രാമന്റെ ഫേസ് ടച്ച് ചെയ്യുമ്പോഴാണ് അവര് ശാപം കേഴ്സിന്ന് മോചിതയാവുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഒരു ബെയർ ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഇതാണ് എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ബെയർ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിൽ ഒരുപാട് വേരിയേഷൻസ് പല ഇതിലും വരുന്നുണ്ട്. ഇപ്പൊ പ്രൊഫസർ എ മണവാളൻ, അദ്ദേഹത്തിന്റെ റിസർച്ച് വർക്ക് ഉണ്ട് രാമകഥയും രാമായണങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് അത്. അയാളുടെ വർക്കിന്റെ പേര്, റിസർച്ച് വർക്കിന്റെ പേരാണ് തമിഴിലുള്ള രാമകഥയും രാമായണങ്ങളും എന്ന് പറഞ്ഞ. അതിന്റെ മീനിങ് ആണ് ദ സ്റ്റോറി ഓഫ് രാമ ആൻഡ് മെനി രാമായണാസ് എന്നാണ് അതിന്റെ ഒരു പേര് തന്നെ. അപ്പോ വാൽമീകിന്റെ രാമായണയും നമുക്കറിയാം ഇന്ത്യൻ ലാംഗ്വേജിൽ ഒരുപാട് ലാംഗ്വേജ് ഉണ്ടല്ലോ ഇന്ത്യയില്. അപ്പോ ആ വിവിധ തരത്തിലുള്ള ഇന്ത്യൻ ലാംഗ്വേജിൽ ഡിഫറെന്റ് പീരീഡില് അവിടെയുള്ള ഹിന്ദുസിന്റെ ഇടയിലൊക്കെ ഓരോ ഭാഷയിലും രാമായണങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വിവിധ ഇന്ത്യൻ ലാംഗ്വേജിലെ ഡിഫറെന്റ് പീരീഡിലെ വേർഷൻസും തമ്മിൽ
ഇയാള് നമ്മുടെ എ മണവാളൻ അതിനെ പറ്റിയിട്ട് കമ്പാരറ്റീവ് അനാലിസിസ് ചെയ്യുകയാണ്. അതായത് മെയിൻ ആയിട്ട് വാൽമീകിന്റെ രാമായണയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ വാൽമീകിന്റെ രാമായണയും അതേപോലെ തന്നെ മറ്റുള്ള ഭാഷകളിലുള്ള ഇന്ത്യൻ ലാംഗ്വേജിലുള്ള രാമായണങ്ങൾ പല കാലഘട്ടത്തിലുള്ള ഓരോരോ വേർഷൻ ഉണ്ടല്ലോ, അതും തമ്മിൽ കമ്പാരറ്റീവ് സ്റ്റഡി ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അനാലിസിസിൽ ആ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിയാണ് നമ്മൾ ഇന്റർ ലിറ്ററൽനെസിന്റെ ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം എല്ലാ രാമായണത്തിലും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അഹല്യേന്റെ സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ സ്റ്റോറിയിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിന്റെ മോറൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ബിഫോർ സിഡക്ഷൻ ആയാലോ അല്ലെങ്കിൽ അവരുടെ ആഫ്റ്റർ ഹർ ഫോൾ ആ ഒരു ആ തകർച്ചയ്ക്ക് ശേഷമുള്ള സിറ്റുവേഷൻ, അതിലൊക്കെയാണ് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അഹല്യ ഇന്ദ്രനെ റിയലൈസ് ചെയ്തോ അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ഋഷിയാണെന്ന് ആം, അതായത് ഇന്ദ്രനായിരുന്നല്ലോ ഇത്രയും ദിവസം ഹസ്ബൻഡിന്റെ വേഷം കെട്ടി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് റിയലൈസ് ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഋഷിയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നോ എന്നുള്ള അതിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്റർലിറ്ററേറ്റ്നെസിന്റെ ഫീച്ചർ ആയിട്ടാണ് ഈ ഒരു ഇതിന്റെയൊക്കെ പേരിലുള്ള ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷനും അതിനെ പറ്റിയിട്ട് ഒരുപാട് അതിന്റെ ആ രീതിയിലല്ലാതെ ഡിഫറെന്റ് ആയിട്ട് ആ തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഇന്റർലിറ്ററേറ്റ്നെസിന്റെ ഫീച്ചർ ആയിട്ടാണ് കരുതുന്നത്. ദെൻ അഹല്യന്റെ ഈ റിഡംഷൻ അതിന്റെ വേരിയേഷൻസ് ഉണ്ട് അല്ലെ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. അഹല്യന്റെ റിഡംഷന്റെ കേസിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, പലയിടത്തും പല പോലെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ മണവാളൻ എന്ന് പറഞ്ഞ കമ്പാരിറ്റീവ്സിനെ സംബന്ധിച്ച് ഈ ഒരു കേഴ്സിന്റെ കാര്യം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൽമീകിന്റെ രാമായണയില് ഒരു ഒരു നോർത്തേൺ റിസൻഷൻ ഉണ്ട്, ഒരു ശ്ലോകം ഉണ്ട്. അതായത് ഈ ഒരു റിവൈസ് ചെയ്ത എഡിഷൻ ആണ്, നോർത്തിലെ അവർ റിവൈസ് ചെയ്ത ഒരു എഡിഷൻ ആണ് ഈ ടെക്സ്റ്റിന്റെ. അതിൽ പറയുന്നത് വായുപക്ഷ നിരാഹാര തബ്യന്തി ഭസ്മശായിനി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നോർത്തേൺ ടെക്സ്റ്റിലുള്ള അവരുടെ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള എഡിഷനിൽ പറയുന്നതാണ് വായുപക്ഷ നിരാഹാര തബ്യന്തി ഭസ്മശായിനി എന്ന്. ഒരു സദേൺ റിസൻഷൻ ഉണ്ട്, ഒരു ഗീത പ്രസ് പ്രസന്റ് ചെയ്തിട്ടുള്ള, അതിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. അതില് വാദപക്ഷ നിരാഹാര തബ്യന്തി ഭസ്മശായിനി എന്നാണ് പറഞ്ഞത്. രണ്ടിലും വ്യത്യാസം ഉണ്ട് കണ്ടോ. അതിലെ അർത്ഥം ലാണ് വ്യത്യാസം വരുന്നത്. പിന്നെ വേറെ ഒരു സൗത്തിലുള്ള വേറൊരു ധർമാലയ എഡിഷന്റെ ഒരു ഇതിൽ പറഞ്ഞത് വായുപക്ഷ ശിലാബുദ്ധ തബ്യന്തി ഭസ്മശായിനി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളത് അടുത്തതിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ 3 ടെക്സ്റ്റിലും പറയുന്നത് ഒന്നില് വായു, സെക്കൻഡില് വാദ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ വായുപക്ഷം എന്ന് പറയുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹല്യ ഒന്നും കഴിക്കാതെ വായു മാത്രം ഭക്ഷിച്ചു എന്നുള്ള സെൻസിൽ ആ ഒരു ഇതാണ് കൺവേ ചെയ്യുന്നത്. പിന്നെ അതിൽ ഫുഡ് ഒഴിവാക്കിയത് എന്നുള്ളത് പറയുന്നതാണ് നിരാഹാര എന്ന് പറയുന്ന ആ വാക്ക്. ശിലാബുദ്ധ എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് അഹല്യ ഹസ്ബൻഡിന്റെ കേഴ്സിൽ സ്റ്റോൺ ആയതിനെയാണ് അത് മീൻ ചെയ്യുന്നത്. ശിലാബുദ്ധ, ശില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് എന്നുള്ള ഒരു അർത്ഥമാണല്ലോ, സംസ്കൃത വാക്കാണ്. അപ്പൊ ശിലാബുദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ആയി മാറുന്നതിനെയാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വേർഷൻസ് എക്സാമിൻ ചെയ്തിട്ട് അത് അങ്ങനെ ഒരുപാട് വേർഷൻസ് ഇത് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താകും, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് ഇതില് ശരി എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ദെൻ പിന്നെ സൗത്തില് 15th സെഞ്ചുറിയിൽ ഒരു പ്രചാരത്തിൽ ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഹല്യനെ ഹസ്ബൻഡ് കേഴ്സ് ചെയ്ത് കല്ലാക്കി മാറ്റിയത് തന്നെയാണ്. അതിൽ ആ ശിലാബുദ്ധ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റൽ ഫീച്ചർ ആണ് അവിടെ അത് മനസ്സിലാക്കാൻ പറ്റുക. കല്ലാക്കി മാറ്റിയതാണ് നമ്മളുടെ ഇവിടെയൊക്കെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ തേർഡില് നിരാഹാരയ്ക്ക് പകരം ശിലാബുദ്ധ വന്നിട്ടുണ്ടല്ലോ, അത് നിരാഹാരയാണോ ശിലാബുദ്ധമാണോ അതിലൊക്കെ ഒരുപാട് ഭയങ്കര കൺഫ്യൂഷൻസും ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അത് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ രാമായണ ഒരുപാട് ഇന്ത്യൻ ലാംഗ്വേജിൽ കല്ലായി മാറി തന്നെയാണ് പറയുന്നത്. എല്ലാത്തിലും മെജോറിറ്റിയിലും എന്താ അഹല്യ കല്ലായി മാറുന്നതാണ് പറയുന്നുള്ളത്. പിന്നെ കമ്പന്റെ തമിഴിലുള്ള കമ്പന്റെ
രാമായണയിലായാലും അതിലും സെയിം ആണ് പറയുന്നത്. അഹല്യ കള്ളായി മാറിയതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താ കാളിദാസന്റെ സാൻസ്ക്രിറ്റില് അതിലും സെയിം ഒരു മെത്തേഡാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. അതായത് അഹല്യ കല്ലായി മാറി എന്നുള്ളത് തന്നെ. അപ്പം കമ്പന് മുമ്പുണ്ടായിരുന്ന ഒരു തമിഴ് പോയറ്റിക് ട്രഡീഷൻ ഉണ്ടായിരുന്നു, സംഘം പോയറ്റിക്കൽ വർക്ക്, ഒരു പാരിപാട് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിലും അഹല്യയുടെ സ്റ്റോറി സെയിം ആണ്. അവരെ ഹസ്ബൻഡ് കേഴ്സ് ചെയ്യുമ്പോൾ കല്ലായി മാറുന്നത് തന്നെയാണ് അതിലും പറയുന്നത്. ഓക്കെ. പിന്നെ തെലുങ്കു കന്നഡ രാമായണയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അവര് ഭയങ്കരതായിട്ട് വാൽമീകിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കേഴ്സിന്റെ കാര്യത്തില് അതിലും അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലായി മാറിയതിന് തന്നെയാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്റർലെറ്റർനെസിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പാരിറ്റീവ് ക്രിറ്റിസിസം നല്ലൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ അഹല്യയുടെ സ്റ്റോറീനെ കൺസിഡർ ചെയ്യുന്നത് എന്നാ പറയുന്നത്. പിന്നെ കണ്ടംപററി ഫെമിനിസ്റ്റുകൾക്കൊക്കെ പിന്നെ എന്തായാലും ഒരു സ്ട്രോങ് എതിർപ്പ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീയോടുള്ള ബോഡീനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒരു പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ് ആണല്ലോ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. പിന്നെ രാമന്റെ ഫീറ്റ് തൊടുമ്പോഴാണ് അഹല്യ അലൈവ് ആവുന്നതും, അതിലൊക്കെ ഒരു എതിർപ്പ് ഒരു കണ്ടംപററി ഫെമിനിസ്റ്റുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ പറഞ്ഞ ഇന്റർലിറ്ററൽനെസ് എന്നുള്ളൊരു സംഭവം നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസിനോടും അതിലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടാവുമല്ലോ, അതിലെ റൂൾസും കാര്യങ്ങളും അതിനോടൊക്കെ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ടാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പ്ലാനറ്റേറിറ്റി, ജോസഫ് കോൺറാഡ്സ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, തയേബ് സാലിസ് സീസൺ ഓഫ് മൈഗ്രേഷൻ ടു ദ നോർത്ത് ആൻഡ് മഹാശ്വേത ദേവി, Pterodactyl, Ural Sahai and Kurta. ഓക്കെ. അപ്പൊ അതാണ് നെക്സ്റ്റ് ടൈറ്റിൽ വരുന്നത്. അതായത് പ്ലാനറ്റേറിയത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജോസഫ് കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സും അതേപോലെ തയേബ് സാലിഹിന്റെ സീസൺ ഓഫ് മൈഗ്രേഷൻ ടു ദ നോർത്ത് എന്നുള്ള വർക്കിന്റെ ബേസിൽ, അതേപോലെ മഹാശ്വേത ദേവിന്റെ Pterodactyl, Ural Sahai and Kurta എന്നുള്ള വർക്കിന്റെ ബേസിലുമാണ് ഈ പ്ലാനറ്റേറിയത്തിനെ പറ്റിയിട്ട് ഇവിടെ സ്പൈവാക്ക് തന്നെയാണ് ഇവിടെ സ്പൈവാക്ക് പറയുന്നത്. അപ്പൊ മുൻ യൂണിറ്റ് നമ്മൾ പ്ലാനറ്റേറിയനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാനറ്റേറിയത്തിന്റെ ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേഷൻ, കോണ്ടിനെന്റ്, അതേപോലെ എത്നിക് ഗ്രൂപ്പ്സ്, ഡയസ്പോറ, അതിന്റെയൊക്കെ സ്ഥാനത്ത് പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു കളക്റ്റീവ് ആണ് നമ്മള് പ്ലാനറ്റേറിറ്റി എന്നുള്ളത് സ്പിവാക്ക് പറഞ്ഞത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ, ഇതിന്റെയൊക്കെ മേലെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കോണ്ടിനെന്റ്സ്, വേൾഡിൽ അതിന്റെയൊക്കെ മേലെ ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ്, ഗ്ലോബലി എന്നൊക്കെ ഉള്ളതിന്റെ മേലേക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്ലാനറ്റേറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊരു കളക്റ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് അതില് ദർ ഇസ് നോ സെർട്ടനിറ്റീസ്, അല്ലെങ്കിൽ വ്യത്യസ്തകള് ഒന്നുമില്ല എന്നാണ് അതിൽ പറഞ്ഞത്. ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐഡിയ, ഈ പ്ലാനറ്റേറിറ്റി എന്നുള്ള ഒരു ഐഡിയ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെറിഡ ഉണ്ടല്ലോ, ജാക്വസ് ഡെറിഡ, അദ്ദേഹത്തിന്റെ ടെലിഒപ്പീസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ക്രിട്ടിക്കൽ ടേം ആണ്, ഒരു ഇമാജിനേറ്റീവ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ് അത്. അതിന്റെ അർത്ഥം എന്താ അറിയോ, ഈ മെസ്സിയാനിസിറ്റി ഇല്ലാത്ത അത് മിശിഹാവാദം ഇല്ലാത്ത ഒരു മെസ്സിയാനിസിറ്റി, അങ്ങനെയുള്ള ഒരു, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ഫ്രാറ്റർണൈസേഷൻ എന്ന് പറയുന്നത്, സൗഹൃദം ഇല്ലാത്ത സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു അർത്ഥമാണ് ആ ഒരു വാക്കിനുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവരുത്. ആ ഒരു വാക്കിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇമാജിനേറ്റീവ് മേക്കിംഗ് ആണ് ആ ഒരു വാക്ക്. ഓക്കെ. അപ്പൊ അതിനെയാണ് ഇവിടെ ഈ ഒരു പ്ലാനറ്റേറിറ്റി എന്നുള്ള ഒരു വാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്രേരകമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ, നമ്മളെ സ്പൈവാക്കിന്. ഓക്കെ. ഈ ചെലുപ്പീസിസ് എന്നുള്ള വാക്കുണ്ടല്ലോ, ഒരു ഇമാജിനറി ഒരു വേർഡ് ആണ്. അതില് പ്രത്യേകിച്ച് അതിന്റെ അർത്ഥം എന്താ, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ഡെറിഡ ഉണ്ടാക്കിയ ഈ ഒരു വാക്കാണ് പ്ലാനറ്റേറിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ സ്പൈവാക്കിനെ പ്രേരിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലെ പുതിയ ഒരു പാരഡൈം അല്ലെങ്കിൽ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചാൽ കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് കൊളോണിയൽ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിനൊക്കെ പറ്റിയിട്ട് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു വർക്ക് എടുക്കാൻ കാരണം. ദെൻ പിന്നെ ഇവിടെ ഫേമസ് നൈജീരിയൻ റൈറ്റ്സ് ചിനു അച്ചീബെ, അദ്ദേഹം എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺറാഡിന് എതിരെ റേസിസം, മിസോജിനി അതൊക്കെ ഭയങ്കരമായിട്ട് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റേസിസം, വംശീയപരം, ബ്ലാക്ക് വൈറ്റ് എന്നുള്ള ആ ഒരു റേസിസം, അതേപോലെ മിസോജിനി എന്തായാലും നമ്മള് സ്ത്രീ വിരുദ്ധത അങ്ങനെ പറയില്ലേ, അതായത് ഈ ഒരു നമ്മുടെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സില് ഈ സ്ത്രീകൾക്ക് അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് വിമൻ ക്യാരക്ടേഴ്സിന് പ്രത്യേകം പേര് പോലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പേര് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഭയങ്കര മെൻ ഈ സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു മെയിൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട്, അതായത് പുരുഷന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു വർക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ചിനു അച്ചീബെ എന്താ റേസിസും മിസോജിനിയും ഒക്കെ കോൺറാഡിന് നേരെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺറാഡിന്റെ നറേറ്റർ ആയിട്ടുള്ള മാർലോന്റെ ക്യാരക്ടറിനൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ആഫ്രിക്കൻ വുമൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ അതിൽ പറയുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് അച്ചീബെ വാദിച്ചത് വൈറ്റ്സ് ആൻഡ് ബ്ലാക്സ് തമ്മിലുള്ള ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അതിന് ഭയങ്കരമായിട്ട് ടെൻഷൻസ് ഒന്നുമില്ല, മറിച്ച് അങ്ങനത്തെ അതിന്റെ ടെൻഷൻസിന് തമ്മിലുള്ള ഡിഫറൻസിന് കോൺറാഡിന് അത്രത്തോളം ടെൻഷൻ ഇല്ല എന്നാ പറഞ്ഞത്. അതായത് ഈ വൈറ്റ് ബ്ലാക്ക് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനത്തെ കുറെ അതിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലായിരുന്നില്ല കൂടുതലായിട്ടും നമ്മുടെ കോൺട്രാക്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള. കൂടുതൽ എന്താ കിൻഷിപ്പ്, കോമൺ ആൻസിസ്ട്രി, ഹിഡൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ കിൻഷിപ്പ് എന്ന് പറഞ്ഞ രക്തബന്ധം, ബന്ധുത്വം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ദെൻ അതിലേക്കാണ് കൂടുതലായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് 19th സെഞ്ചുറിയിലുള്ള ബ്രിട്ടീഷേഴ്സിന് വൈറ്റ് ബ്ലാക്ക് ആയിട്ട് മാറുന്നതിനെ പറ്റി വേറൊരു വിവരണം തരാതെ വഴിയില്ല. അതിന് സൂചനയായിട്ടാണ് സ്പൈവാക്ക് ഈ ഒരു കഥ ഇവിടെ ചൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ വൈറ്റ് ബ്ലാക്ക് ആയിട്ട് മാറുന്നതിനെ പറ്റി നമുക്ക് വേറൊരു വിവരണം, അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് സ്പൈവാക്ക് ഈ ഒരു കഥ, അതായത് കോൺട്രാക്ടിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് നമ്മളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോൺട്രാക്ടിന്റെ ഒരു ട്രജക്ടറി അയാൾ ഫോളോ ചെയ്തിട്ടുള്ള ആ പാത പറയില്ലേ, അതിനെ കുറിച്ച് സ്പൈവാക്കിന്റെ ഒരു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ നേറ്റീവിലേക്ക് പോവാണ് എങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അതേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ റെസ്പോൺസിബിളോടെ പ്രവേശിക്കുക എന്നുള്ളതാണെന്നാണ് ഇവരുടെ ഒരു പെർസെപ്ഷൻ. അതായത് ഓരോ കാര്യങ്ങൾക്കും സ്പൈവാക്കിന് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിലൊന്നാണ് അവര് നാട്ടിൽ പോവുക എന്നുള്ളത് പറയുന്നുണ്ട്, നേറ്റീവ് പ്ലേസിലേക്ക് പോണവര്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയോട് കൂടെ പ്രവേശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ഇതിലാണ് ഇവര് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു മോഡൽ ഓഫ് ന്യൂ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു സ്പൈവാക്ക് നമ്മളുടെ തയ്യബ് സാലിഹിന്റെ സീസൺ ഓഫ് മൈഗ്രേഷൻ ടു ദ നോർത്തും ആൻഡ് മഹാശ്വേത ദേവിന്റെ ടെറോഡാക്റ്റി, പൂരൻ സഹായ് ആൻഡ് പൂത്ത എന്നുള്ള ഇത് ഒരു ഇംഗ്ലീഷ് ക്ലാസിക് ആയിട്ടുള്ള ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് വെച്ചിട്ടാണ് ഇവിടെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനൊരു ട്രാൻസ്ഗ്രസീവ് റീഡിംഗ് എന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ട്രാൻസ്ഗ്രസീവ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബൗണ്ടറീസും ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു റീഡിങ്. ട്രാൻസ്ഗ്രസീവ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഇവർ പറഞ്ഞൊരു കാര്യം, ഈ സ്പൈവാക്കിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരിഫറൽ ലിറ്ററേച്ചർ എങ്ങനെയാണ് നമ്മുടെ കളക്ടിവിറ്റിയിലേക്ക് കൂടുതലായിട്ട്
കുറെ കോൺട്രിബ്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ്, കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ പെരിഫറൽ ലിറ്ററേച്ചർ എന്താന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. അതായത് ഇപ്പൊ പെരിഫറൽ ലിറ്ററേച്ചർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെൻട്രൽ ലിറ്ററേച്ചറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് ഈ സെൻട്രൽ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ സെന്റേർഡ് ആയിട്ടുള്ള ലിറ്റററി വർക്കുകൾ ഉണ്ടാവുമല്ലോ, ലിറ്ററേച്ചർ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയാ വെസ്റ്റേൺ സെൻട്രിക് ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ ഒപ്പോസിറ്റ് ഉള്ളതാണ് പെരിഫറൽ ലിറ്ററേച്ചർ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഈ പോസ്റ്റ് കൊളോണിയൽ വർക്കുകളൊക്കെ നോൺ വെസ്റ്റേൺ ആയിട്ടുള്ളതല്ലേ, അതിനെയാണ്. അതായത് പെരിഫറൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് മറ്റേ സെന്റർ ആയിട്ട് നിൽക്കുന്നത് വെസ്റ്റേൺ ആണ് വിചാരിക്കുക. അതിനോട് ചുറ്റപ്പെട്ടിട്ടുള്ള മറ്റുള്ളത് ഉണ്ടാവുമല്ലോ, അതിനാണ് പെരിഫറൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കളക്ടിവിറ്റിയിലേക്ക് എന്താ ഈ പെരിഫറൽ ലിറ്ററേച്ചറിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സ്പൈവാക്കിന്റെ ഈ ഒരു ഉദ്ദേശം. ഇതിൽ കൂടെ അവരുടെ ഒരു ഉദ്ദേശം എന്നുള്ളത് കാണിച്ചു തരിക എന്നുള്ളതാണ് ഈ ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയിൽ കൂടെ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ സാലിഹിന്റെ വർക്ക് ആഫ്രിക്കയിലെ സുഡാനിലാണ് ഈ ഒരു ആക്ഷൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, സാലിഹിന്റെ ഈ ആക്ഷൻസ് ഒക്കെ. അപ്പൊ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു നറേറ്റർ, അദ്ദേഹം ജസ്റ്റ് ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെ മുസ്തഫ സയ്യിദ് പേര്. അപ്പൊ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ കോൺറാഡിന്റെ കേർഡ്സ് എന്ന ക്യാരക്ടർ ഉണ്ട്. കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിൽ കേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതിന്റെ ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എതിരാളിയായിട്ടാണ് നമ്മൾ ഈ മുസ്തഫ സയ്യിദിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേർഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു ഈ ഈസ്റ്റിനെ ഒരു കൊളോണിയൽ ഇത് വെച്ചിട്ട് ഈസ്റ്റിനെ ഇൻവൈഡ് ചെയ്യുന്ന ഒരാളാണ് കേർഡ്സ്. ഓക്കെ, മുസ്തഫ സയ്യിദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ ഇതിനെ റേപ്പ് ചെയ്യുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്തിട്ട് അയാള് വെസ്റ്റിന്റെ കാസനോവയായി മാറാൻ വേണ്ടിയിട്ട് വെസ്റ്റിനെ റേപ്പ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് മുസ്തഫ സയ്യിദിനെ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒക്കെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട് കേട്ടോ അതിനെ പറ്റിയുള്ള സ്റ്റഡീസിലൊക്കെ. അപ്പൊ അതിനൊരു ഈ നൈൽ റിവറിന്റെ ഒക്കെ ഒരു ഇറോട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇമേജ് ഒക്കെ നൈൽ റിവറിനൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു വർക്ക് വായിക്കുന്ന സമയത്ത് അതിനെ പറ്റിയുള്ള ക്രിട്ടിക്കൽ സ്റ്റഡീസിലൊക്കെ മനസ്സിലാവും. അപ്പൊ ഈ മുസ്തഫ സയ്യിദിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, കേർഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് നമുക്ക് ചൈൽഡ് സാലിഹിന്റെ അതിൽ കാണാൻ സാധിക്കുക. അപ്പൊ ഇയാളുടെ ഈ മുസ്തഫ സയ്യിദിന്റെ ഒരു ബ്രിട്ടനിലെ ലൈഫ് അയാള് നറേറ്റ് ചെയ്യാണ്. അപ്പൊ സുഡാനിലെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റിനെ പറ്റിയിട്ടും, അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ പോസ്റ്റ് കൊളോണിയൽ സിറ്റുവേഷൻ, അതിനെ പറ്റിയിട്ടും, അതേപോലെ ഈ സ്റ്റേറ്റിൽ ബ്രിട്ടനെ ഒരു അതർ സ്റ്റേറ്റ് ആണ് നോവലിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോസ്റ്റ് കൊളോണിയൽ ആയിട്ട് സുഡാനിലെ പോസ്റ്റ് കൊളോണിയൽ ആ സിറ്റുവേഷനിൽ ബ്രിട്ടനെ ഒരു അതർ സ്റ്റേറ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു അതർ സ്പേസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അതർ സ്പേസിക്ക് എൻ്റർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതിന് 2 വേസ് ഉണ്ട് എന്നാണ് ഈ കമ്പാരിസണിൽ പറയുന്നത്. അതിന് അങ്ങനെ ഒരു അതർ സ്പേസിലേക്ക് എൻ്റർ ചെയ്യാൻ 2 വേസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു കളക്റ്റീവ് സ്പേസിലേക്ക് ഒരു റെസ്പോൺസിബിളി എങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കൊളോണിയൽ ആയിട്ടുള്ള ഈ കേർഡ്സിനും ഈ പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള മുസ്തഫയ്ക്കും അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു എന്താ രണ്ടുപേരും ഇതിലേക്ക് അതർ സ്പേസിലേക്ക് കയറി ചെല്ലുന്ന ആൾക്കാരാണ് അല്ലെ. കേർഡ്സ് ആണെങ്കിൽ ഈസ്റ്റേൺ ഇതിലേക്ക് കയറി ചെല്ലുന്ന ഒരാളാണ്. എന്താ മുസ്തഫ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ഇതിലേക്ക് കയറി ചെല്ലുന്ന ആളാണ്. അങ്ങനെ ഒരു അതർ സ്പേസിലേക്ക് കയറി ചെല്ലുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതിൽ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ സാലിന്റെ ഈ നറേറ്റർ, അത് സാലി എന്ന് പറഞ്ഞൊരു സുഡാനി റൈറ്റർ ആണ്. അപ്പം ഈ സാലിഹിന്റെ നറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ബ്രിട്ടീഷിനെ ഒരു ഹ്യൂമൻ ബീയിങ്സ് മാത്രമായിട്ട്, അതായത് ബ്രിട്ടീഷേഴ്സിനെയും ആഫ്രിക്കൻസിനെ പോലെ തന്നെ കുറെ ആഗ്രഹങ്ങളും
അവരുടെ ഒരു ഭയവും ഒരു ഡ്രീംസിലൊക്കെ നയിക്കപ്പെടുന്ന മനുഷ്യരായിട്ടാണ് ബ്രിട്ടീഷേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ സാലിഹിന്റെ ഈ നറേറ്റർ. ഓക്കെ, അപ്പോ അവരും ആഫ്രിക്കൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇവരെ പോലെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അതിനെ പറ്റിയിട്ട് ആളുകളുടെ ഇടയിൽ റീഡേഴ്സിനെ പറ്റിയിട്ട് ഒരുപാട് എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. അതായത് ഇവരാരും അതേഴ്സ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരല്ല, നമ്മളെ പോലെ തന്നെ ആഫ്രിക്കൻസിനെ പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരാണ്, അവർ അതേഴ്സ് അല്ല എന്നുള്ളതാണ് സാലിഹിന്റെ നറേറ്റർ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ആളുകളുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും നടത്തുന്നില്ല, അതങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടതാണ്, ആർക്ക് വേണമെങ്കിലും അതിനെ പറ്റിയിട്ട് ഒപ്പീനിയൻസ് പറയാം. ഓക്കെ, ദെൻ ആഫ്രിക്കൻ ഒരു കളക്ടീവ്സിനെ ഭയങ്കര ഐഡിയലൈസ് ചെയ്യാതെ നോവലിന്റെ ഈ ഒരു ജെൻഡർ ഇഷ്യൂസിനൊക്കെ ഇവിടെ സ്പൈവാക്ക് അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീകളെ അവരൊരു ഒബ്ജക്റ്റ് ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെയായിരുന്നു സ്പൈവാക്ക് ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ കോൺറാഡ് ഓഫർ ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ അബ്സ്ട്രാക്ഷൻ ഉണ്ടാവില്ല, ഒരു ചുരുക്കം അല്ലെങ്കിൽ സാരാംശം എന്നൊക്കെ പറഞ്ഞല്ലോ, അതും അതിന്റെ സ്റ്റൈലിലും ഡിഫറെന്റ് ആയിട്ട് ആഫ്രിക്കൻ വുമന്റെ സ്റ്റാൻഡ്, അവരുടെ ഒരു മെയിൽ ഡൊമിനേഷനെതിരെയുള്ള അവരുടെ ഒരു പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഇവരുടെ ഒരു വ്യൂ പോയിന്റ്സ് നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു വൈറ്റ് യൂറോപ്യൻ കൊളോണിയൽ ആംഗിളിൽ സ്ത്രീകളുടെ ഒരു പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ട് അവരുടെ ഒരു സ്റ്റാൻഡിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു വ്യൂ പോയിന്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ സ്പൈവാക്കിന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ വരാനിരിക്കുന്ന വിമൻസിന്റെ കളക്റ്റീവിനെ പറ്റിയിട്ടൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്, അവരുടെ ടെക്സ്റ്റിൽ കൂടെ വിമൻ കളക്റ്റീവ്സിനെ പറ്റിയിട്ടൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മുടെ ടെറോഡാക്റ്റിൽ, ഒരു ഇതുണ്ടല്ലോ മഹാശ്വേതാ ദേവിയുടെ നോവല്ല ടെറോഡാക്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ ചെറോസോർ ഇല്ലേ, നമ്മൾ ഈ ഡൈനോസോർ ഒക്കെ കണ്ട ആൾക്കാർ ജുറാസിക് പാർക്കിലൊക്കെ ഒരു ബേർഡ് ഉണ്ടല്ലോ ഡൈനോസോർസ് കാറ്റഗറിയിൽ പെടുന്ന, അപ്പോ അതിനെയാണ് ടെറോഡാക്റ്റിൽ എന്ന് പറയുന്നത്. അത് ഇവിടെ അതിന് എന്തുകൊണ്ട് പറയുന്നു, അതാണ് ഒരു അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അത് ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നോവല് സാലിഹിന്റെ സീസണിനെ കുറിച്ച് പറയുന്ന പോലെ കോൺറാഡിന് ഒരു 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 റീഡിങ് അതിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ള റീഡിങ്ങോ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മള് സാലിഹിന്റെ സീസൺ എന്ന് പറഞ്ഞ ഈ വർക്ക് ഉണ്ടല്ലോ, അതിനെ പോലെ ഒരു കോൺറാഡിന് ഒരു ഒപ്പോസിറ്റ് വായനയോ അല്ലെങ്കിൽ ഒരു റീഡിങ്ങോ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കമ്പാരിസൺ എന്നുള്ള നിലയിൽ സ്പൈവാക്ക് അതിനെ ഒരേ ഗ്രിഡിൽ അല്ലെങ്കിൽ ഒരേ ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അതിനെ ഇവര് വിശേഷിപ്പിച്ചിട്ടുള്ളത്, സ്പൈവാക്ക് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സ്റ്റോറി ഓഫ് എ ജേർണി ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദ അതറിന്റെ ഹാർട്ടിലേക്കുള്ള ഒരു ജേർണിയെ പറ്റിയുള്ള സ്റ്റോറി എന്നാണ് അതിനെ ഈ സ്പൈവാക്ക് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് അത് വായിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒരു മിഡ് ക്ലാസ് ഹിന്ദു ഇന്ത്യൻ ജേർണലിസ്റ്റ് പൂരൻ സഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദു ജേർണലിസ്റ്റ് ആണ്. അയാൾ ഒരു അബോറിജിനൽസിന്റെ ഏരിയയിലേക്ക് യാത്ര ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ സ്റ്റോറി വരുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ അബോറിജിനൽസ് ഇയാളെ അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചാല് ഇവര് ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ആയിരുന്നു. അപ്പൊ അവിടേക്ക് ഒരു മഴ വരുന്നതോടെയാണ് ഇദ്ദേഹത്തിന്റെ വരവ്. അപ്പൊ ഇയാളെ ആ ഒരു അബോറിജിനൽസിന്റെ ഈ ഒരു സംഭവം അവരുടെ മഴ പെയ്ക്കുന്നവനായിട്ട് ഇയാളെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അവരുടെ പുരാണത്തിലും അവരുടെ ഇതിലൊക്കെ അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ ഇയാൾക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിക്കിയ എന്നുള്ളൊരു അബോറിജിനൽ ബോയ് ഉണ്ട്. ആ ബോയ് ടെറോഡാക്റ്റിലിന്റെ ചിത്രമൊക്കെ അതിൽ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ടെറോഡാക്റ്റിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ഒരു മോഡേൺ മാനിനൊക്കെയാണ് ഈ ഒരു ടെറോഡാക്റ്റിലിനെ കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു നോൺ അബോറിജിനൽ ഒരു അതായത് അബോറിജിനൽ അല്ലാത്ത ഈ ആദിവാസികളുടെ കൂട്ടത്തിൽ പെടാത്ത ഒരു ജേർണലിസ്റ്റ് പുരൻ ആണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ എത്തുന്നത്. അപ്പൊ ഒരു ആൻഷ്യന്റ് ആയിട്ടുള്ള ഒരു ബേർഡിനെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ടെറോഡാക്റ്റിൽ എന്നുള്ള ഒരു ബേർഡിനെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്പൈവാക്ക് ഇയാളെ ഈ പുരനെ ഒരു അബോറിജിനൽസിന്റെ കളക്റ്റീവിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അതിനെ വായിച്ചിട്ടുള്ളത്. ഓക്കെ, അവർ മനസ്സിലാക്കി അവരുടെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബോറിജിനൽസിന്റെ കളക്റ്റീവിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ്.
അപ്പൊ ഈ കേഡ്സ് മുസ്തഫയൊക്കെ അവര് ഈ ചെയ്യണ പോലെ ഈ പുരൻ അയാളുടെ നേറ്റീവ് പ്ലേസിലേക്ക് പോണില്ല. ഇവരുടെ നേറ്റീവ് പ്ലേസിലേക്ക് പോണുണ്ട്, പക്ഷെ ഈ പുരൻ അങ്ങനെ പോണില്ല. ഒരു മഴയുടെ അല്ലെ റെയിൻ മേക്കർ ആയിട്ട് അയാളുടെ പുരനെ ഇവര് സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ നേറ്റീവ് ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ അപ്പൊ അയാൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ഫോൾസ് എപ്പിഫാനി അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇതൊന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഒരു പ്ലേയിൽ കൂടെ, അല്ല ഈ വർക്കിൽ കൂടെ. അപ്പൊ പിന്നെ ഇയാൾക്ക് പുരന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് നോളജ് ഒക്കെ ഉള്ള മറ്റൊരു ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഹരിശരനാണ്. ഓക്കെ, അത് വരുന്ന വേറൊരു ക്യാരക്ടറാണ്. പിന്നെ പിന്നെ പറയുന്നത് സ്പൈവാക്ക് എങ്ങനെയാണ് ഈ പ്ലാനറ്റേറിറ്റി, അതേപോലെ തന്നെ ഈ ഒരു വർക്ക് നമ്മുടെ ആഹ് ആഹ് ഈ ഒരു ടെറോഡാക്ടൈൽ പൂരൻ സഹായ പുരുത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർക്ക് ഉണ്ടല്ലോ, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മോഡേൺ പ്രോഗ്രസിന്റെ ബാർബറിറ്റി എന്ന് പറയില്ലേ നമ്മള് ഈ ആഹ് അതിന്റെ ഈ അബോർജിനൽസിന്റെ ഇടയിൽ ഈ മോഡേണിസം അതിന്റെയൊക്കെ വരവിനെ അതിനൊക്കെ അത് ഭയങ്കര നേച്ചറിന് ഭയങ്കര ഹാം ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പൊ അതിനെയൊക്കെയാണ് ഇതിൽ കൂടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അവരിലേക്ക് വരുന്ന ലാൻഡ് ലോസ്, അവരുടെ ട്രഡീഷന്റെ ലോസ്, അവരുടെ ആ ഓറൽ കൾച്ചറിന്റെ ലോസ്, അതൊക്കെയാണ് ഈ ഒരു മോഡേണിസം ഇവരുടെ ഇടയ്ക്ക് വരുന്നതിനെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ഒരു എക്കോളജിക്കൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോവൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഈ ടെറോഡാക്ടൈൽ എന്നുള്ള ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, അത് വംശനാശം സംഭവിച്ചു പോയൊരു സംഭവമാണ്. അതുപോലെ ട്രൈബൽസിനും അങ്ങനെ ഒരു ഇത് വരും എന്നുള്ളതൊക്കെയാണ് മഹാശ്വേത ദേവി ഇതിൽ കൂടെ പ്രൊവൈഡ്, അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഈ ഒരു വർക്കിൽ കൂടെ മഹാശ്വേത ദേവി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മള് റീഡേഴ്സിന്. അപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ സ്പൈവാക്ക് എങ്ങനെയാണ് ഈ പ്ലാനറ്റേറിറ്റി എന്നുള്ള ഐഡിയ ഇവിടെ കൊണ്ടുവരുന്നത് വെച്ചാൽ അവര് പറയുന്നത് ഈ ടെറോഡാക്ടൈൽ എന്നുള്ള ഫിഗറിന് ഒരു എൻ്റയർ പ്ലാനറ്റിനെ അതിനെ അതിന്റെ അതർ ആയിട്ട് ക്ലെയിം ചെയ്യാനാവും എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ കോണ്ടിനെന്റ്സ് എന്നൊക്കെ ഉള്ള ആ സംഭവത്തിനൊക്കെ മുന്നേ പ്രയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടെറോഡാക്ടൈൽ. അതായത് നമ്മളറിയാം ജിയോളജിക്കൽ ടൈമിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ഒക്കെ ഉണ്ടാവുമല്ലോ, അതിപ്പോ നമ്മളുടെ ഈ ഒരു പ്രസന്റ് സ്റ്റേജിൽ എത്തി നിൽക്കണം. അതിന്റെയൊക്കെ മുൻപ് വംശനാശം സംഭവിച്ചതായിട്ട് കരുതപ്പെടുന്ന പക്ഷിയാണ് ഈ ടെറോഡാക്ടൈൽ എന്നുള്ളത്. അപ്പോ അതുകൊണ്ടൊക്കെയാണ് അത്രത്തോളം ഒരു പ്രയർ എന്നുള്ള ഒരു മീനിങ് കൊടുക്കുന്നതുകൊണ്ടാണ് സ്പൈവാക്ക് ഈ ഒരു പ്ലാനറ്റേറിറ്റി എന്നുള്ള ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ പുതിയ ഒരു കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എഫക്റ്റീവ് ആക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിട്ടാണ് സ്പൈവാക്ക് ഇതിനെ കരുതുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് എന്താ പുതിയ കമ്പാരറ്റീവ് ലിറ്ററേച്ചറിന്റെ അതിന്റെ പോസ്റ്റ് കൊളോണിയലിസം, അതേപോലെ ഒരു മെട്രോപൊളിറ്റൻ കൾച്ചറൽ സ്റ്റഡീസ് അതിന്റെയൊക്കെ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനും ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസ് ഓപ്പൺ ചെയ്യാനും അതായത് നമ്മൾക്ക് ഓപ്പൺ ഇമാജിനറി ആയിട്ടുള്ള സ്പേസ് ഓപ്പൺ ചെയ്യാനും ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നു എന്നാണ് ഈ ഒരു എന്താ പറയാ കോൺസെപ്റ്റിൽ കൂടെ നമ്മളോട് സ്പൈവാക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.